നല്ല ഫ്രഷ് ലെമണും ഡേറ്റ്സും കൊണ്ട് ഒരു ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് 2 കിലോ ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനെ എളുപ്പത്തിൽ കളയാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുക്കുക. ഈ സ്റ്റിക്ക് എടുത്ത ശേഷം അതിന് മുൻവശത്ത് കൂടി ഒന്ന് ആ കുരുവിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ആ കുരു പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ ഇതുപോലെ അറിയാത്തവർക്ക് വേണ്ടി പറയണേ, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം നല്ല ഫുള്ള് കുരുവോ കളഞ്ഞ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാണ്ട് 2 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. ചേർക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്നും കൂടി നോക്കാം. 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, അല്പം ഉണക്കമുളക്, അല്പം പച്ചമുളക്, പിന്നെ കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ചൂടാക്കിയ ശേഷം വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നാരങ്ങയും കൂടി ചേർത്തിട്ട് തിളപ്പിക്കുക. പിന്നെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആയും ചെയ്യും. ഇതിൻ്റെ അകത്തൊരു കയ്പ്പിക്കൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് മാറാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ നാരങ്ങ റെഡി ആയതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് കോരി നമുക്ക് പ്ലേറ്റിലേക്ക് വേണ്ട. അപ്പോൾ നാരങ്ങയുടെ ചൂടൊക്കെ അറിയ ശേഷം ഈ കാണുന്ന വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റവും ആയിട്ടുണ്ട്. ഇനി അച്ചാർ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് 1/4 ലിറ്റർ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഈ ഉണക്കമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ഇനി പച്ചമുളകും പകുതി കറിവേപ്പിനും കൂടി ഞങ്ങളോട് ചേർക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് ചേർത്തൊന്ന് വഴറ്റിയ ശേഷം വെളുത്തുള്ള ഗോൾഡൻ കളറായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കാം. അതേപോലെ തന്നെ ഒരു ബൗളിൽ 150 ഗ്രാം വിനാഗിരി, 1 ലിറ്റർ വെള്ളവും എടുത്തിട്ടുണ്ട്. അതുപോലെ കറികളിലെ മസാലകളും എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമ്മൾ പണി പെട്ടെന്ന് തീരും. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറായി വന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആ മസാലപ്പൊടി ചേർക്കാം. ആ മസാലപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചപ്പൊന്ന് മാറിയ ശേഷം ഇതിലേക്ക് വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആ 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒഴിച്ച് നല്ല തിളച്ച് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങ ചേർക്കാം. നാരങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള കറിവേപ്പിനും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴം ചേർക്കാം. ഈന്തപ്പഴം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവും ഉപ്പും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കൂടി അതിൻ്റെ അകത്തേക്ക് ഒരല്പം മുളക് പൊടിയും ഉപ്പും കൂടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്കിൾ റെഡി ആയിട്ട് ചെറിയ ചൂടിലിരുന്നിട്ട് ഇവിടെ ഇരുന്ന് വെന്ത് നല്ലോണം ഒരു 2-3 ദിവസം ഒരു ടിന്നിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം നമുക്ക് പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൺ.